സ്നേഹബന്ധത്തിൻ്റെ ഉടമ്പടി സ്വീകരിച്ച ഭാര്യ ഭർത്താക്കന്മാർ ചോദിക്കേണ്ടത് ആരോടാണെന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവിനോടാണ്, വേറെ വ്യക്തികളോടല്ല. അല്ലേലിയ പുറത്തുള്ള വ്യക്തികളോടാണോ ജീവിത പങ്കാളി ചോദിക്കേണ്ടത്? അല്ലല്ലോ. എൻ്റെ ഭർത്താവിനെ സ്നേഹിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത്, എൻ്റെ ഭാര്യയെ സ്നേഹിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് ആരോടാ? അമ്മാനപ്പനോടാണോ ചോദിക്കേണ്ടത്? അമ്മായിയമ്മയോടാണോ ചോദിക്കേണ്ടത്? അപ്പനോടാണോ? അമ്മയോടാണോ ചോദിക്കേണ്ടത്? അതേ പരിശുദ്ധാത്മാവിനോടാണോ? പരിശുദ്ധാത്മാവാണ് അവരെ യോജിപ്പിച്ചത്. പരിശുദ്ധാത്മാവ് അവരെ യോജിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിൽ ആവശ്യമായതെല്ലാം പകർന്നു കൊടുക്കാനായിട്ട് പരിശുദ്ധാത്മാവിന് സാധിക്കും. അല്ലേലിയ. ഒരു സന്യാസി എങ്ങനെ ജീവിക്കണമെന്ന് അറിയാൻ വേണ്ടി സന്യാസ വസ്ത്രം നൽകിയ രൂപത അധ്യക്ഷൻ്റെ അടുത്തല്ല പോകേണ്ടത്, മറിച്ച് ആരുടെ അടുത്ത് പോകേണ്ടത്? പരിശുദ്ധാത്മാവിൻ്റെ അടുത്ത് വയ്ക്കേണ്ടത്. അല്ലേലിയ. പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷം എന്ന് പറയുന്നത് സമാധാനവും നീതിയുമാണ്. സമാധാനം നീതിയുമാണ്. അല്ലേലിയ. ഭാര്യ ഭർത്താക്കന്മാര്, മാതാപിതാക്കന്മാര്, മക്കള് പരിശുദ്ധാത്മാവിൻ്റെ നീതി സമാധാനം അന്വേഷിച്ച് നടക്കുന്ന ഒരു കുടുംബത്തിനും വീഴ്ച സംഭവിക്കില്ല, ഒരു കുടുംബത്തിനും കോട്ടം സംഭവിക്കില്ല, ഒരു കുടുംബത്തിനും ഒരു തകർച്ച പറ്റില്ല. അല്ലേലിയ. തകർച്ച പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവിനെ ഉപേക്ഷിച്ചിട്ട് മറ്റു പല പദ്ധതിയിലേക്ക് നമ്മൾ പോകുമ്പോഴാണ് ജീവിതത്തിൽ വീഴ്ചകളും കോട്ടങ്ങളും തകർച്ചകളും